എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജ്ജം ഏത് രൂപത്തിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു? ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജ്ജം ഏത് രൂപത്തിലാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്? കാന്തികോർജ്ജം. ഒരു ടേപ്പ് റെക്കോർഡറിൽ ശബ്ദോർജ്ജം കാന്തികോർജ്ജമായിട്ടാണ് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു ട്രൈലെഡ് ടെട്രോക്സൈഡ്. ട്രൈലെഡ് ടെട്രോക്സൈഡ് ആണ് സിന്ദൂരത്തിലടങ്ങിയിരിക്കുന്ന ചുവന്ന വർണ്ണവസ്തു. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം. വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം ടൈറ്റാനിയം ഡയോക്സൈഡ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ആണ് വെണ്മയുടെ പ്രതീകം എന്നറിയപ്പെടുന്ന പദാർത്ഥം. രക്തത്തിൻ്റെ pH മൂല്യം. രക്തത്തിൻ്റെ pH മൂല്യം എത്രയാണ്? 7.4. 7.4 ആണ് രക്തത്തിൻ്റെ pH മൂല്യം. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. സോഡിയം സിട്രേറ്റ് എന്ന രാസവസ്തുവാണ് രക്തം കട്ട പിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ് ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം ഏത് നദിയുടെ തീരത്താണ്? നെയ്യാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ്. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം കർണാടക. കർണാടകയാണ് ഇന്ത്യയിൽ ആദ്യമായി മയിൽ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയ സംസ്ഥാനം. ഭൂമിയുടെ ഉത്തരധ്രുവ പ്രദേശം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഭൂമിയുടെ ഉത്തരധ്രുവ പ്രദേശം ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആർട്ടിക് സമുദ്രം. ഭൂമിയുടെ ഉത്തരധ്രുവ പ്രദേശം ആർട്ടിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത വിശ്ലേഷണത്തിലൂടെ ഒരു ലോഹത്തിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ട് ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതി. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ട് ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതി അംശിക സ്വേദനം. തിളനിലകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്മിൽ കലർന്ന രണ്ട് ദ്രാവകങ്ങളുടെ മിശ്രിതത്തെ വേർതിരിക്കുന്ന രീതിയാണ് അംശിക സ്വേദനം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം. മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകമാണ് ലിഥിയം. ലിഥിയമാണ് മെഴുകിൽ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മൂലകം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം. മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം നാഡീകോശം. നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ നീളമേറിയ കോശം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം അക്വസ് ദ്രവം. അക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും പ്രദാനം ചെയ്യുന്ന ദ്രാവകം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം അറിയപ്പെടുന്നത് വർത്തുള ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം അനുഭവപ്പെടുന്നത് വർത്തുള ചലനമാണ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ്. മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്.
മനുഷ്യൻ്റെ ആമാശയത്തിലുള്ള ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലം. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലത്തിൻ്റെ പേരാണ് പ്ലൂറ. ശ്വാസകോശത്തെ ആവരണം ചെയ്തിരിക്കുന്ന ഇരട്ട സ്ഥലമാണ് പ്ലൂറ. അണലിവിഷം ബാധിക്കുന്ന ശരീരഭാഗം. അണലിവിഷം ബാധിക്കുന്ന ശരീരഭാഗമാണ് വൃക്ക. വൃക്കയാണ് അണലിവിഷം ബാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി. ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി ഭൂവൽക്കം. ഭൂവൽക്കമാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രതയുള്ള ഭൂമിയുടെ പാളി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി. മധ്യപ്രദേശിലെ ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ട്രൈബൽ യൂണിവേഴ്സിറ്റി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു? ഡേവിഡ് കാമറൂൺ. ഡേവിഡ് കാമറൂൺ ആയിരുന്നു ജാലിയൻ വാലാബാഗ് സംഭവത്തെ ഡീപ്ലി ഷെയിംഫുൾ എന്ന് വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങൾ കാണപ്പെടുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഊർജ്ജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ്. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയം. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയത്തിൻ്റെ പേരാണ് ജാർവിക് 7. ലോകത്തിലെ ആദ്യത്തെ കൃത്രിമ ഹൃദയമാണ് ജാർവിക് 7. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യ ഫ്രഞ്ച് ഗവർണർ. പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണറാണ് ഫ്രാങ്കോയി മാർട്ടിൻ. ഫ്രാങ്കോയി മാർട്ടിനാണ് പോണ്ടിച്ചേരിയിലെത്തിയ ആദ്യത്തെ ഫ്രഞ്ച് ഗവർണർ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് നെഹ്റു. നെഹ്റുവാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്. ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം. ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥം പൊട്ടാസ്യം അയോഡൈഡ്. ആണവ ദുരന്തമുണ്ടാകുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഉടനെ കഴിക്കാൻ നൽകുന്ന ഗുളികയിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ് പൊട്ടാസ്യം അയോഡൈഡ്. കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം. കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തമാണ് ബെൻസൈൽ ക്ലോറൈഡ്. ബെൻസൈൽ ക്ലോറൈഡാണ് കണ്ണീർ വാതകമായി ഉപയോഗിക്കുന്ന ക്ലോറിൻ സംയുക്തം. കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നത് ഏത് മൂലകം അടങ്ങിയിരിക്കുന്നതിനാലാണ്? കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നത് അതിൽ ഏത് മൂലകം അടങ്ങിയിരിക്കുന്നത് മൂലമാണ്? ഫോസ്ഫറസ്. കന്നുകാലികളുടെ എല്ലുപൊടി വളമായി ഉപയോഗിക്കുന്നത് അതിൽ ഫോസ്ഫറസ് എന്ന മൂലകം അടങ്ങിയിരിക്കുന്നതിലാണ്. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം. ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം നാസോഫാരിഞ്ചൈറ്റിസ്. നാസോഫാരിഞ്ചൈറ്റിസ് എന്നതാണ് ജലദോഷത്തിൻ്റെ ശാസ്ത്രീയ നാമം. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ്. ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പാണ് കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആണ് ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന കൊബാൾട്ടിൻ്റെ ഐസോട്ടോപ്പ്. അമീബ ഉൾപ്പെടുന്ന ജീവവിഭാഗം. അമീബ ഉൾപ്പെടുന്ന ജീവിവിഭാഗമാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ എന്ന ജീവിവിഭാഗത്തിലാണ് അമീബ ഉൾപ്പെടുന്നത്. ഗാന്ധിജി ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമം. ഗാന്ധിജി
ജോഹന്നാസ്ബർഗിൽ സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമമാണ് ടോൾസ്റ്റോയ് ഫാം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. നീലക്കുറിഞ്ഞി പൂക്കുന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇന്ത്യൻ തപാൽ വകുപ്പ് കുറിഞ്ഞിപ്പൂവിൻ്റെ ചിത്രമുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത് 2006 കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് മംഗളവനം പക്ഷിസങ്കേതം. മംഗളവനം പക്ഷിസങ്കേതമാണ് കൊച്ചിയുടെ ശ്വാസകോശം എന്ന പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം. ധ്രുവനക്ഷത്രം ഏത് ദിക്കിനെ സൂചിപ്പിക്കുന്നു? ധ്രുവനക്ഷത്രം ഏത് ദിക്കിനെയാണ് സൂചിപ്പിക്കുന്നത്? വടക്ക്. വടക്ക് ദിക്കിനെയാണ് ധ്രുവനക്ഷത്രം സൂചിപ്പിക്കുന്നത്. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം. ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ച വർഷം 1934. 1934 ഗാന്ധിജി കോൺഗ്രസിൽ നിന്നും രാജിവെച്ചത്. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ. സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ എന്ന നോവലാണ് സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം പാനിപ്പത്ത്. പാനിപ്പത്താണ് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്ന നഗരം. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റിൻ്റെ പേരാണ് ലൂ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റാണ് ലൂ. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം. ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹമാണ് ശനി. ശനിയാണ് ഏറ്റവും സാന്ദ്രത കുറഞ്ഞ ഗ്രഹം. ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. എന്നാണ് ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്? ജനുവരി 10. ജനുവരി 10 ലോക ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ച സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയിൽ ആദ്യമായി കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് കേരളത്തിലായിരുന്നു. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത്. കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത് കീലേരി കുഞ്ഞിക്കണ്ണൻ. കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത്. കേരളത്തിൻ്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല. കേരളത്തിൻ്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. കണ്ണൂർ ജില്ലയാണ് കേരളത്തിൻ്റെ കിരീടം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ജില്ല. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടെയാണ്? വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആരുടെയാണ്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികളുടെ മുദ്രാവാക്യമാണ് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നത്. കവിതിലകൻ എന്നറിയപ്പെട്ടത്. കവിതിലകൻ എന്നറിയപ്പെട്ടത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പനാണ് കവിതിലകൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം. ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ച വർഷം 2008. 2008 നവംബർ 4 ദേശീയ നദിയായി ഗംഗയെ അംഗീകരിച്ചത്. ആരുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്? ബിധാൻ ചന്ദ്ര റോയ്. പ്രശസ്ത ഭിഷഗ്വരനും പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയുമായിരുന്ന ബിധാൻ ചന്ദ്ര റോയ്, BC റോയിയുടെ ഓർമ്മയ്ക്കായാണ് ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് ജൂലൈ 1.
ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ്. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തത്തിൻ്റെ അളവ് 300 മില്ലി ലിറ്റർ. ഒരാൾക്ക് ഒരു സമയം ദാനം ചെയ്യാൻ കഴിയുന്ന രക്തം 300 മില്ലി ലിറ്ററാണ്. ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല. ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല വയനാട്. വയനാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കുറവ് കൈത്തറി സഹകരണ സംഘങ്ങളുള്ള ജില്ല. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്ററാണ് ബെൻസൈൽ അസറ്റേറ്റ്. ബെൻസൈൽ അസറ്റേറ്റ് ആണ് മുല്ലപ്പൂവിൻ്റെ ഗന്ധമുള്ള എസ്റ്റർ. കാങ്കർ താഴ്വര ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? കാങ്കർ താഴ്വര ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിലാണ് കാങ്കർ താഴ്വര ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. കാങ്കർ വാലി നാഷണൽ പാർക്ക് ഛത്തീസ്ഗഡിലാണ്. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ എവിടെയാണ് കാണപ്പെടുന്നത്? താടിക്കും കഴുത്തിനും ഇടയിൽ. ഹയോയിഡ് അസ്ഥി ശരീരത്തിൽ താടിക്കും കഴുത്തിനും ഇടയിലായിട്ടാണ് കാണപ്പെടുന്നത്. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതി. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിയാണ് പ്രവര പരിഷത്ത്. ജ്ഞാനപീഠ പുരസ്കാര നിർണയവുമായി ബന്ധപ്പെട്ട ഉന്നതതല സമിതിയാണ് പ്രവര പരിഷത്ത്. പ്രവര പരിഷത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. പ്രവര പരിഷത്തിൻ്റെ ആദ്യ അധ്യക്ഷനാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു പ്രവര പരിഷത്തിൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായ വർഷം. ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായ വർഷം 1906. 1906 ഇലക്ട്രോണുകളുടെ കണ്ടുപിടുത്തത്തിന് ജെ തോംസൺ നൊബേൽ സമ്മാനത്തിന് അർഹനായത്. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥ. ഹൈഡ്രജൻ ജ്വലിച്ചു തീർന്ന നക്ഷത്രങ്ങൾ മൃതപ്രായമാകുന്ന അവസ്ഥ കറുത്ത കുള്ളൻ. ഹൈഡ്രജൻ ജ്വലിച്ചു ചേർന്ന് നക്ഷത്രങ്ങൾ മൃതപ്രായമായാൽ വിളിക്കുന്ന അവസ്ഥയാണ് കറുത്ത കുള്ളൻ. കുടുംബകോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. കുടുംബകോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ദുർഗാഭായ് ദേശ്മുഖ്. ദുർഗാഭായ് ദേശ്മുഖ് ആയിരുന്നു കുടുംബകോടതി എന്ന ആശയം ഇന്ത്യയിൽ ആദ്യമായി അവതരിപ്പിച്ചത്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആസിഡ്. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. കൊല്ലത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച വ്യക്തി. ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച വ്യക്തി അണ്ണാ ഹസാരെ. അണ്ണാ ഹസാരെയാണ് ലോക്പാൽ ബിൽ പാസ്സാക്കുന്നതിന് വേണ്ടി നിരാഹാരമനുഷ്ഠിച്ച വ്യക്തി. സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? സത്യമേവ ജയതേ എന്ന വാക്ക് ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിരിക്കുന്നത്. മിന്നാമിനിങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തു. മിന്നാമിനിങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തു ലൂസിഫറിൻ. ലൂസിഫറിനാണ് മിന്നാമിനിങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ വസ്തു. പ്രസിദ്ധമായ അശോകസ്തൂപം കണ്ടെടുത്ത സ്ഥലം. പ്രസിദ്ധമായ അശോകസ്തൂപം കണ്ടെടുത്ത സ്ഥലമാണ് സാരാനാഥ്. സാരാനാഥിൽ നിന്നുമാണ് പ്രസിദ്ധമായ അശോകസ്തൂപം കണ്ടെടുത്തത്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് സർഗാസോ കടൽ. സർഗാസോ കടലാണ് കപ്പലുകളുടെ ശവപ്പറമ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണ്. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്.
കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല. കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. നെയ്യാർ നദിയാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി. കേരളത്തിലെ ആകെ നദികൾ. കേരളത്തിലാകെ എത്ര നദികളാണുള്ളത്? 44. കേരളത്തിലാകെ 44 നദികളാണ് ഉള്ളത്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന ഇനം മണ്ണ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയായിരുന്നു തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്താണ് വെങ്ങാനൂർ. വെങ്ങാനൂർ പഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത്. പാലുണ്ണിക്ക് കാരണമായ വൈറസ്. പാലുണ്ണിക്ക് കാരണമായ വൈറസാണ് മൊളുസ്കം കണ്ടേജിയോസം. മൊളുസ്കം കണ്ടേജിയോസം എന്ന വൈറസാണ് പാലുണ്ണിക്ക് കാരണമായ വൈറസ്. അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞതാര്? അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്ന് പറഞ്ഞത് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളായിരുന്നു അറിവ് ശക്തിയാണ് അജ്ഞത മരണവും എന്നത്. കേരളത്തിലാദ്യത്തെ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലാദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയാണ് കേരളത്തിലാദ്യത്തെ ജലവൈദ്യുത പദ്ധതി. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കൊല്ലം. കൊല്ലം ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചെമ്മീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഇ ശ്രീധരൻ. ഇ ശ്രീധരനാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് നെല്ല്. നെല്ലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരം. താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന നദീതീരമാണ് യമുന. യമുന നദീതീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട്. ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാമാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ആരുടെയാണ്? തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ആരുടേതാണ്? ടി മാധവറാവു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് പുറത്ത് കാണുന്ന പ്രതിമ ടി മാധവറാവുവിൻ്റേതാണ്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രമാണ് ദീപിക. ദീപിക പത്രമാണ് പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴയ മലയാള പത്രം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം.
അഞ്ച് തെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ കലാപം. ആര്യ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. 1907 പണ്ഡിറ്റ് കറുപ്പനാണ് ആര്യ സമാജം സ്ഥാപിച്ചത്. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. അറിയപ്പെടുന്നത് ഉത്പതനം എന്നാണ്. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം. 1954. 1954 ഇന്ത്യയും ചൈനയും തമ്മിൽ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. തുരുമ്പിച്ച ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത് ചൊവ്വ ഗ്രഹമാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഒഡീസിയാണ് ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്ന നൃത്തരൂപം. ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറമാണ് കറുപ്പ് നിറമാണ് ഏറ്റവും കൂടുതൽ താപം ആഗിരണം ചെയ്യുന്ന നിറം. ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ശരാവതി നദിയിലാണ് ജോഗ് വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. പൂക്കോട്ടൂർ യുദ്ധം എന്നറിയപ്പെടുന്ന കലാപമാണ് മലബാർ ലഹള. പൂക്കോട്ടൂർ യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാപമാണ് മലബാർ ലഹള. ഗാന്ധിജിയെക്കുറിച്ച് വള്ളത്തോൾ എഴുതിയ കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലമാണ് കുണ്ടറ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിലാണ് കേരളത്തിൽ കളിമണ്ണ് നിക്ഷേപം ഏറ്റവും അധികമുള്ള സ്ഥലം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.